1500ഓളം സാധാരണക്കാരെ കൊലപ്പെടുത്തിയ ബംഗ്ലാദേശിലെ ഇസ്ലാമിക നേതാവായിട്ടുള്ള ATM അസ്ഹറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയിൽ ഇളവ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി. കാരണം ബംഗ്ലാദേശ് ഇന്ന് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഈ 1500 പേരെ കൊന്നു. അതാരെയാണ് കൊന്നത്? എന്തിനാണ് കൊന്നത്? ഇതൊക്കെ ബംഗ്ലാദേശിന്റെ സുപ്രീം കോടതി എന്തു മാനദണ്ഡത്തിലായിരിക്കും വിചാരണ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ജമാഅത്തെ ഇസ്ലാമിയുടെ മുതിർന്ന നേതാവാണ് അസ്ഹറുൽ ഇസ്ലാം എന്ന ഈ വ്യക്തി. 2014 വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. എന്നാൽ ഇപ്പോ മറ്റ് കേസുകളിൽ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ അസ്ഹറുൽ ഇസ്ലാമിനെ മോചിപ്പിക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഏതൊരു രാജ്യത്തെയും മതം വിഴുങ്ങിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ നേർചിത്രമാണ് ഇതൊക്കെ. 1971 വിമോചന യുദ്ധത്തിൽ രംഗ്പൂരിൽ 1500 സാധാരണക്കാരെ കൊലപ്പെടുത്തി എന്നാണ് അസ്ഹറുൽ ഇസ്ലാമിനെതിരെയുള്ള കുറ്റം. ഇസ്ലാമിക് സ്റ്റുഡൻസ് ഫെഡറേഷന്റെ രംഗ്പൂർ ജില്ലാ യൂണിറ്റിന്റെ പ്രസിഡന്റും അൽ ബദർ ഫോഴ്സിന്റെ തലവനുമായിരുന്നു ഇദ്ദേഹം. പാകിസ്ഥാൻ ഇന്റലിജൻസ് രേഖകൾ പോലും ആ വംശഹത്യയിൽ ഇസ്ലാമിന്റെ നേരിട്ടുള്ള പങ്ക് വെളിപ്പെടുത്തുന്നുണ്ട്. ബംഗ്ലാദേശ് അവാമി ലീഗ്, അതായത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയും കോടതി തീരുമാനത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഏകദേശം 1500 കൊലപാതകങ്ങൾ മാത്രമല്ല, നിരവധി ബലാത്സംഗങ്ങൾ, കവർച്ചാ കേസുകൾ ഒക്കെ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. എന്നിട്ടും അയാൾ എന്ത് തന്ത്രപരമായിട്ടാണ് മതകോടതികളിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്ന് നോക്കുക. ഇവിടെയാണ് ജനാധിപത്യവും മതാധിപത്യവും ഒരു രാജ്യത്തെ വിഴുങ്ങുമ്പോൾ ഏത് രൂപത്തിലായിരിക്കും ആ രാജ്യം നീതി നടപ്പാക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. നമുക്ക് ജനാധിപത്യമായതുകൊണ്ട് നമുക്ക് നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. മതാധിപത്യത്തിൽ എന്തു ചെയ്യും? 1971 ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പാകിസ്ഥാൻ സൈന്യത്തോടൊപ്പം ചേർന്ന് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി നേതാവായിട്ടുള്ള ATM അസ്ഹറുൽ ഇസ്ലാം. ഇയാളെയാണ് ഇപ്പൊ ബംഗ്ലാദേശിന്റെ സുപ്രീം കോടതി വിട്ടയച്ചിരിക്കുന്നത്. സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ ഇയാളെ ജയിൽ മോചിതനുമാക്കിയിട്ടുണ്ട്. 2014 അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ ഇയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. കെരാനിഗഞ്ചിലെ ധാക്ക സെൻട്രൽ ജയിലിൽ മോചന നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇയാളെ പരിശോധനയ്ക്കായി ബംഗ്ലാദേശ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുപോയി. പരിശോധന പൂർത്തിയാക്കിയ ശേഷം രാവിലെ 9:30 ഇയാളെ വിട്ടയച്ചു. 1971 ഏപ്രിലില് ജെറുൽബയിൽ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയതിന് ഇയാൾ ശിക്ഷിക്കപ്പെട്ടു. 1500ഓളം നിരപരാധികളായ സാധാരണക്കാരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും 13 സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്ത സംഭവമായിരുന്നു രംഗ്പൂർ ഡിവിഷനിൽ അന്ന് നടന്നത്. മുഹമ്മദ് യൂനസ് സർക്കാർ പുനഃസംഘടിപ്പിച്ച സുപ്രീം കോടതിയുടെ അപ്പീൽ അതോറിറ്റിയാണോ മെയ് 27 ഇയാളെ കുറ്റവിമുക്തനാക്കിയത്. എന്നാൽ ഒരു സംശയവും വേണ്ട, മുഹമ്മദ് യൂനസിന് വേണ്ടിയാണ് കോടതികൾ അവിടെ പ്രവർത്തിക്കുന്നത്. ഈ തീവ്രവാദികൾ, അതായത് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും ധാരാളം തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തേക്കും ഇതേ രൂപത്തിൽ തന്നെ ചേക്കേറിയിട്ടുണ്ട്. അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നമ്മുടെ കരങ്ങൾ കൊണ്ട് മരിക്കേണ്ടവരാണ് എന്ന ആശയമാണ് ഇവരുടെ ഉള്ളിലുള്ളത്. ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി, മുസ്ലിങ്ങൾ മാത്രം ഭൂരിപക്ഷമാകുന്നതിന് വേണ്ടി പെറ്റുപെരുക്കുന്ന ഒരു മാർഗം കൂടാതെ അമുസ്ലിങ്ങളെ ഇല്ലാതാക്കിയാലും നമുക്ക് ഭൂരിപക്ഷമാകാം എന്ന ആശയമാണ് ഇവർ വച്ചു പുലർത്തുന്നത്. ഈ രാജ്യം ഒരിക്കലും ഇത്തരം തീവ്രവാദികളായ പാകിസ്ഥാനികൾക്കും ബംഗ്ലാദേശ് റോഹിംഗ്യൻ ഇസ്ലാമിക തീവ്രവാദികൾക്കൊന്നും താമസിക്കാനുള്ള സ്ഥലമല്ല. അധികാര കസേരയിൽ അമർന്നിരിക്കുന്നതിനു വേണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് ഈ രാജ്യത്തെ മതമൗലികവാദികളുടെ കാൽ ചുവട്ടിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ശത്രു രാജ്യത്ത് നിന്നുകൂടി ഇസ്ലാമിക തീവ്രവാദികളെ അനധികൃതമായി ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിക്കൊടുത്ത് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില മത രാഷ്ട്രീയ പേപ്പട്ടികൾക്ക് നരേന്ദ്രമോദി നൽകിയ ആദ്യത്തെ അടിയായിരുന്നു സിന്ദൂർ ഓപ്പറേഷനിലൂടെ കണ്ടത്. പാകിസ്ഥാനെ ബാൻ ചെയ്തത് അതിലൂടെയാണ് നമ്മൾ കണ്ടത്. പാകിസ്ഥാന് കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടി
വേണമെങ്കിൽ മറ്റെവിടേക്കെങ്കിലും പൊക്കിക്കോ, ഞങ്ങൾ തരില്ല എന്ന് പറയാനും കാരണം ഇതൊക്കെ തന്നെയാണ്. ഇവരെയൊക്കെ തിരിച്ച് കണ്ടുപിടിച്ച് അവരുടെ രാജ്യത്തേക്ക് തന്നെ മടക്കി അയക്കാനുള്ള ഇന്ത്യയുടെ നടപടി അവർക്കുള്ള തിരിച്ചടികൾ തന്നെയാണ്. ഇസ്ലാമിക മതമൗലികവാദികളുടെ അടിവസ്ത്രം വരെ കഴുകിക്കൊടുത്ത് ജീവിക്കുന്ന രാഷ്ട്രീയ കോമരങ്ങളെ, നിങ്ങൾക്കുള്ള അടി ഉടനെ വരുന്നുണ്ട്. ഇപ്പൊ ഇവര് ടാറ്റ ജിഹാദ് ആരംഭിച്ചിട്ടുണ്ട്, സുഡിയോ ജിഹാദ്, വസ്ത്ര ജിഹാദ്. ഇവർക്ക് കുലപുരുഷന്മാർക്കിടയിൽ നടക്കാനാകുന്നില്ല പോലും. മെസ്സിയുടെയും റൊണാൾഡോയുടെയും തുട കാണുന്നത് കൊണ്ട് കുലപുരുഷന്മാർക്ക് അവരുടെ അഭിമാന വസ്ത്രമായിട്ടുള്ള കന്തൂറയിട്ട് നടക്കാൻ പറ്റുന്നില്ല എന്ന്. കാരണം അവരുടെ തുട കണ്ടിട്ട് ഈ സ്ത്രീകളൊക്കെ വന്നിട്ട് ഇവന്മാരുടെ തുട കണ്ടിട്ട് ഇത് എന്തുവാടേ എന്ന് ചോദിക്കുന്നുണ്ടാവും. സഞ്ചാര സ്വാതന്ത്ര്യത്തെ അത് ബാധിക്കുന്നത്രേ. മുട്ടിന് മുകളിൽ മുണ്ടുമടക്കി ഉടുക്കുന്ന ആളുകളെ കണ്ടിട്ട് ഇവർക്ക് ഒരു വിഷമവുമില്ല. ജുബയിലിടയിലൂടെ ദർശനം സാധ്യമാകുന്ന ലിംഗനിർണയമുണ്ടല്ലോ, അതൊന്നും ഇവർക്ക് കുഴപ്പമില്ല. തീവണ്ടിക്കകത്ത് പോലും ഈ കുപ്പായത്തിനകത്തൂടെ, മുണ്ടിനകത്തൂടെ, ഒറ്റമുണ്ടാണല്ലോ, അതിനകത്തൂടെ ലിംഗം പുറത്തെടുക്കുന്ന ചില സംഭവ വികാസങ്ങൾ സ്വയംഭോഗികൾ തീവണ്ടിക്കകത്തിരുന്ന് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇവർക്ക് അതങ്ങോട്ട് തീരെ സഹിക്കാൻ പറ്റുന്നില്ല അത്ര. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരൊറ്റമുണ്ടും തോർത്തും മാത്രം ധരിച്ചിരുന്ന ജനതയായിരുന്നു മലയാളികള്. ടീഷർട്ട് മാറി ബർമുഡയിലേക്ക്, അതുപോലെ നിക്കറുകളിലേക്ക്, തൊട കാണുന്ന വസ്ത്രങ്ങളിലേക്കൊക്കെ മനുഷ്യൻ മാറി. ഏറ്റവും കൂടുതൽ നമ്മൾ അത്തരം വസ്ത്ര വിപണന തരംഗങ്ങളൊക്കെ കാണുന്നത് സുഡിയോ പോലെ, അതല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പരസ്യമില്ല. ഓരോ പ്രദേശത്തും അതാത് രൂപത്തിൽ പഠനങ്ങൾ നടത്തി മനുഷ്യന്റെ അഭിരുചിക്കിണങ്ങിയ രൂപത്തിൽ ടാറ്റ ഗ്രൂപ്പ് ഒരു സ്ഥാപനം തുടങ്ങുന്നു. അതിന്റെ പരമാവധി വില 999 രൂപയാണ്. അതിലേറെയുള്ള തുണികളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. ഷർട്ട്, ടീഷർട്ട്, ഷോർട്സ്, പാൻസ്, ഷൂസ്, ചപ്പൽസ്, പെർഫ്യൂംസ്, ബാഗ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, വാച്ചുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഉൽപ്പന്നങ്ങളുടെ ഒരു ശ്രേണി തന്നെയുണ്ട്. വിലക്കുറവുണ്ട്. ടീഷർട്ട് 199 രൂപ മുതലുണ്ട്. ബില്ല് മൊബൈൽ ഫോണിൽ അയച്ചും തരും. അത് മാറ്റിയെടുക്കാനും എളുപ്പമാണ്. ടീഷർട്ട്, സ്ലിം ഫിറ്റ് ഷർട്ട് ഒക്കെ തന്നെയുമല്ല, സൗന്ദര്യബോധമൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഫിറ്റ്നസ് സെന്ററിലേക്കാണ് ഇതൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ഓടിപ്പോകുന്നത്. ടാറ്റ ഗ്രൂപ്പ് ബംഗ്ലാദേശിലെ തുണിത്തരങ്ങൾ ഇറക്കുമതി ചെയ്തതാണ് സുഡിയോയിലൂടെ വിൽക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അതിന് ഇവർക്ക് ഇപ്പം എന്താ പ്രശ്നം? ബോയ്ക്കോട്ട് ടീംസിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിന് ലാഭമുണ്ടാക്കി കൊടുക്കാനല്ലേ ഇവർ ശ്രമിക്കേണ്ടത്. ഇവരുടെ പ്രശ്നം മറ്റൊന്നുമല്ല. ഒരുപാട് കച്ചവടക്കാർ ഇവർക്കിടയിൽ തന്നെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് കോഴിക്കോടാണല്ലോ ഇവർ ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്, ബോയ്ക്കോട്ട് സംരംഭം. അതുകൊണ്ട് ഇവർക്ക് മതിയായ രൂപത്തിലുള്ള കച്ചവടങ്ങൾ കിട്ടുന്നില്ല. അതുകൊണ്ട് കച്ചവടക്കാരന്റെ തലയിൽ ഉരുത്തിരിഞ്ഞ കാഞ്ഞ വിളവാണ്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു ടാറ്റ. വരുന്നത് ടാറ്റ വണ്ടിയിൽ, തിരിച്ചു പോകുന്നത് KSRTCയിൽ, അതും ടാറ്റയുടെയാണ്. ഗൾഫിലേക്ക് പോകുന്നതും ടാറ്റയുടെ എയർലൈൻസിൽ. എന്തിനാടേ ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പറയണ്ടേ?